heading എഴുതുക coordination in plants. Heading എഴുതുക coordination in plants. Coordination in plants. Nastic movement എന്ന heading കൊടുക്കണേ. Nastic movement. Movements. എന്നിട്ട് എഴുതുക ഒരു ഡോട്ട് എഴുതുക. The movement of a plant in response to an external stimulus in which the direction of a response is not determined by the direction of stimulus is called nastic movement. അടുത്ത ഡോട്ട് എഴുതാം. Nastic movements are shown by flat parts of plants, flat parts of plant such as leaves and petals. അതായത് ഈ നമ്മുടെ ടച്ച് പി നോട്ട് പ്ലാന്റ് ഇല്ലേ, മറ്റേ തൊട്ടാവാടിയുടെ മൂവ്മെന്റ് നാസ്റ്റിക് മൂവ്മെന്റ്. അതായത് നമ്മള് എക്സ്റ്റേണൽ സ്റ്റിമുലൈ ഒരു ഡയറക്ഷനിൽ കൊടുക്കുന്നു, പക്ഷെ അതിന്റെ മൂവ്മെന്റ് ഉണ്ടാകുന്നത് ഈ എക്സ്റ്റേണൽ സ്റ്റിമുലൈയുടെ ഡയറക്ഷനിലാകണമെന്ന് നിർബന്ധമൊന്നുമില്ല. മനസ്സിലായോ? അവിടെ ഒരു മൂവ്മെന്റ് ഉണ്ടാകുന്നതേ ഉള്ളൂ. അങ്ങനെയുള്ള മൂവ്മെന്റുകളെയാണ് നമ്മൾ നാസ്റ്റിക് മൂവ്മെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. അതിൽ രണ്ട് എന്താണ് ടൈപ്പ് നാസ്റ്റിക് മൂവ്മെന്റ് പറഞ്ഞിട്ടുണ്ട്. ഇത് നേരത്തെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഈ ടോപ്പിക്ക് ഞാൻ പഠിപ്പിക്കുന്നത്. നേരത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റിനകത്ത് തന്നിട്ടുണ്ടായിരുന്നേ, അപ്പൊ അതുകൊണ്ടാണ് ഇത് പഠിപ്പിക്കുന്നത്. ജസ്റ്റ് ടച്ച് ചെയ്ത് വിടുന്നതേ ഉള്ളൂ. സ്കൂളിൽ പഠിപ്പിച്ചോ ഇത്? ആരെങ്കിലും ഒന്ന് പറയാമോ? നിങ്ങളുടെ സ്കൂളിൽ ഓരോരുത്തരും പറഞ്ഞു, ചില സ്കൂളിൽ പഠിപ്പിച്ചു കാണും. അൻകിത്തിനെ അല്ലേ ഈ ചാപ്റ്റർ പഠിപ്പിച്ചു? അൻകിത്ത് പഠിപ്പിച്ചായിരുന്നോ സ്കൂളിൽ? കേട്ടില്ല. പഠിപ്പിച്ചായിരുന്നു. ഓക്കെ ഫൈൻ. അപ്പം എഴുതിക്കോ. അടുത്ത ഡോട്ടിൽ there are two types of nastic movement. ഒന്ന് എന്ന് എഴുതിയിട്ട് ഫോട്ടോനാസ്റ്റി. ഇതൊക്കെ ജസ്റ്റ് ടച്ച് ചെയ്ത് വിടുന്നതേ ഉള്ളൂ കേട്ടോ, പരീക്ഷയ്ക്ക് ചോദിച്ചാൽ. ഫോട്ടോനാസ്റ്റി അതെന്താന്ന് ഒരു ഹൈഫൻ ഇട്ട് എഴുതുക. is a nastic movement
movement to the light, to the light, to the light, and dark phases of the day, dark phases of the day. എക്സാമ്പിൾ പറയാം, എന്താണെന്നറിയോ? ഒരു നമ്മുടെ പ്രൈം റോസ് എന്ന് പറയുന്ന ചെടിയുടെ ഫ്ലവേഴ്സ് ഓഫ് പ്രൈം റോസ് blossom during evening, but close during night. ചിലത് തിരിച്ചും നടക്കാറുണ്ട് കേട്ടോ. അതായത് നിശാഗന്ധി എന്ന് പറയുന്ന ഒരു പൂവുണ്ട്, നിങ്ങൾ രാത്രി ബ്ലോസം, അതായത് രാത്രി വിടരും അത്. അപ്പൊ അങ്ങനെയൊക്കെയുള്ളത് ഈ പറഞ്ഞ പോലെ തന്നെ ലൈറ്റുമായിട്ടും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഡാർക്കുമായിട്ടും ബന്ധപ്പെട്ട മൂവ്മെന്റുകളാണ് അവിടെ ഉണ്ടാകുന്നത്. ഓക്കെ ആണല്ലോ. ആ സമയത്ത് കുറച്ച് കെമിക്കൽ റിലീസ് ചെയ്യുകയും അതിനകത്ത് അതുമായിട്ട് ബന്ധപ്പെട്ട മാറ്റം ഉണ്ടാകുന്നതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. രണ്ടാമത്തേത് നമുക്ക് എഴുതിക്കോ, നിക്റ്റിനാസ്റ്റി. അതും ഈ എക്സാമ്പിൾ മാത്രം പഠിച്ചാൽ മതി കേട്ടോ. എക്സാമ്പിൾ മാത്രമൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളൂ. അതെന്തായാലും ഞാൻ എഴുതിയേക്കാം. ഈസ് ദ മൂവ്മെന്റ് ഇൻ റെസ്പോൺസ് ടു ഡാർക്ക്, റെസ്പോൺസ് ടു ഡാർക്ക്. അതായത് ചില ചെടികളുടെ ഇലയും അല്ലെങ്കിൽ ഈ പറഞ്ഞ ഫ്ലവേഴ്സും ഒക്കെ പകല് ഇരിക്കുന്ന പോസ്റ്ററിലായിരിക്കത്തില്ല രാത്രി ഇരിക്കുന്നത്. അവർ വേറൊരു പോസ്റ്റർ സ്വീകരിക്കും. ഓക്കെ, ചിലപ്പോൾ ഇങ്ങനെ മടങ്ങുകയോ അല്ലെങ്കിൽ ഇങ്ങനെ എന്താണ് പരന്നിരിക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യും. അപ്പൊ അതിനനുസരിച്ചുള്ള രാത്രിയിൽ, അതായത് ഡാർക്ക്നെസ്സുമായിട്ട് ബന്ധപ്പെട്ട മൂവ്മെന്റുകളെയാണ് നമ്മൾ നിക്റ്റിനാസ്റ്റി എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിളും കൂടെ എഴുതിക്കോ. Leaves of the rain tree fold by nightfall. ഇപ്പൊ ഈ പറഞ്ഞ ടോപ്പിക്ക് പരീക്ഷയ്ക്ക് നേരത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചത് കൊണ്ട് പഠിപ്പിച്ച ഒരു ടോപ്പിക്കാണ്. നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് അതിനെപ്പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ ജസ്റ്റ് അതിനെപ്പറ്റി ഒന്ന് അതായത് എന്താ ഈ ടച്ച് മീ നോട്ട് പ്ലാന്റ് അങ്ങനെയുള്ള സാധനം ഒക്കെ ഒന്ന് പറഞ്ഞത് കൊണ്ടും ഈ നേരത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചത് കൊണ്ട് മാത്രം പഠിപ്പിച്ചെന്നേ ഉള്ളൂ. സ്കൂളിൽ പഠിപ്പിച്ചാൽ മാത്രം പഠിച്ചാൽ മതി. സിലബസ് അനുസരിച്ച് നിങ്ങളുടെ ക്വസ്റ്റ്യൻ വരുന്നത് സിലബസ് അനുസരിച്ച് അല്ല, കുറച്ചൊക്കെ വ്യത്യാസം വരുത്തുന്നുണ്ട്. മാർക്ക് കിട്ടും എന്നിരുന്നാൽ പോലും ഞാൻ പഠിപ്പിച്ചില്ലെന്ന് പറയില്ല. അതുകൊണ്ടാണ് ഞാൻ അതും കൂടെ എടുത്തത് കേട്ടോ. ഇത് അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതെന്ന് ഞാൻ പറയത്തില്ല. ഇനി മുതൽ പഠിപ്പിക്കാനുള്ളത് നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് ഉള്ളത് തന്നെയാണ്. അപ്പം അത് നമുക്ക് പഠിക്കാം. എഴുതിക്കോളൂ. മൂവ്മെന്റ് ഡ്യൂ ടു ഗ്രോത്ത്. മൂവ്മെന്റ് ഡ്യൂ ടു ഗ്രോത്ത്. ഇത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം കേട്ടോ. അപ്പൊ എഴുതിക്കോ, ഒരു ഡോട്ട് എഴുതിക്കോ. The movement of plant organs towards or away from a stimulus is known as tropism. അതായത് സ്റ്റിമുലസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? അവിടെ ഉണ്ടാകുന്ന ആ ഒരു നമുക്കിപ്പം ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ തൊട്ടാവഴിയിൽ തൊടുമ്പോൾ എന്താവും? അതിന്റെ ഇല വാടും. ആ തൊടുക എന്നുള്ളതാണ് അവിടുത്തെ സ്റ്റിമുലസ്. മനസ്സിലായോ? അതിന്റെ റെസ്പോൺസ് ആണ് അത് വാടുന്നത്. അതേപോലെ തന്നെ എന്താണ് ഒരു പിക്ചർ പ്ലാന്റ് എന്ന് പറഞ്ഞൊരു പ്ലാന്റ് ഉണ്ട്. അത് ഇൻസെക്ട് ഒക്കെ പോകുമ്പോൾ എന്ത് ചെയ്യുന്ന അറിയാം? അതിന്റെ അടുത്തൂടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിങ്ങനെ വാടയ്ക്കും. ഒരു ഇതാണ്. അപ്പൊ അതിന്റെ ഒരു ആ ശരിക്കും ഒരു പല്ല് പോലെയുള്ള അല്ലെങ്കിൽ കൂർത്ത മുനകളുള്ള
ഇലകളാണ് അതിനുള്ളത്. അപ്പൊ അത് അടയുമ്പോൾ ഇപ്പൊ നമ്മൾ അതിന്റെ ആ ഭാഗത്ത് വെച്ചിട്ട് നമ്മൾ നമ്മുടെ വിരൽ ഇപ്പൊ അങ്ങോട്ട് കൊടുക്കുവാണെങ്കിൽ എന്ത് സംഭവിക്കുന്നറിയോ, അത് അടയുമ്പോൾ അതിന്റെ മുള്ളു വന്ന് നമ്മുടെ കൈയെ കൊള്ളുകയും നമ്മുടെ കൈ മുറിയുകയും ചെയ്യും. ഇതേപോലെ തന്നെയാണ് ഇൻസെക്ട് ഈറ്റിംഗ് പ്ലാന്റ് എന്നൊക്കെ പറഞ്ഞ കുറെ ടൈപ്പുകളുണ്ട്. അത് ഈ പറഞ്ഞ പോലെ തന്നെ എന്താണ്, അതിന്റെ അടുത്തൂടെ ആരെങ്കിലും പോവുകയാണെങ്കിൽ അതിനൊരു സ്റ്റിമുലസ് ഉണ്ടാവും, അതുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് ചെയ്യും, അത് പെട്ടെന്ന് അടയും. അത് ശരിക്കും അതിന്റെ ഡിഫൻസ് മെക്കാനിസമാണ്. ഓക്കെ, അപ്പൊ അതൊന്ന് ആലോചിക്കണം. അപ്പം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൂവ്മെന്റ് ഓഫ് പ്ലാന്റ് ഓർഗൻ ടുവേർഡ്സ് എന്താണ് ഓർ എവേ ഫ്രം എ സ്റ്റിമുലൈ അല്ലെങ്കിൽ സ്റ്റിമുലസ് ഈസ് നോൺ ആസ് എന്താ ട്രോപ്പിസം. അതായത് നമ്മൾ സ്റ്റിമുലൈ കൊടുക്കുന്ന ആ ഡയറക്ഷനിലോ അല്ലെങ്കിൽ അതിന്റെ എവേ ആയിട്ടോ ഉണ്ടാകുന്ന പ്ലാന്റ് മൂവ്മെന്റുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ട്രോപ്പിസം എന്ന് പറയുന്നത്. അതായത് നമുക്ക് പണ്ട് കുഞ്ഞു ക്ലാസ്സിൽ നമുക്ക് ഒരു ഒരു ഇരുട്ട് റൂമിൽ നമ്മൾ ഒരു പ്ലാന്റ് കൊണ്ട് വെച്ചു, അതിന് വളർച്ചയില്ല. നേരെ മറിച്ച് എവിടെയെങ്കിലും ചെറിയൊരു വെട്ടം അതിലോട്ട് അടുപ്പിക്കുകയാണെങ്കിൽ ആ വെട്ടം വരുന്ന ഭാഗത്തോട്ടായിരിക്കും പ്ലാന്റ് വളരുന്നത്. അപ്പൊ അതിനർത്ഥം എന്താ, ആ വെട്ടം അതിനൊരു സ്റ്റിമുലൈ ആയി. അപ്പൊ ആ വെട്ടം വരുന്നിടത്തോട്ട് എന്ത് ചെയ്യുന്നു, നമുക്കറിയാം സൺലൈറ്റ് ഈസ് എസെൻഷ്യൽ ഫോർ ദ ഗ്രോത്ത് ഓഫ് പ്ലാന്റ് എന്ന്. അപ്പം ലൈറ്റുമായിട്ട് ബന്ധപ്പെട്ട ആ മൂവ്മെന്റിനെ നമ്മൾ ഫോട്ടോട്രോപ്പിസം എന്നായിരിക്കും പറയാം. അത് ഓരോന്നോരോന്ന് പഠിപ്പിക്കാൻ പോവാണ്. അപ്പം എഴുതിക്കോളൂ, അടുത്ത ഡോട്ട് എഴുതിക്കോ. ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് tropic movement in plants are ഒന്നാമത്തേത് ഫോട്ടോട്രോപ്പിസം. ഫോട്ടോട്രോപ്പിസം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ലൈറ്റ് വരുന്ന ഡയറക്ഷനിലേക്ക് പ്ലാന്റ് വളർന്നു പോകുന്നതിനെയാണ് ഫോട്ടോട്രോപ്പിസം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഹൈഫൻ എഴുതുക. ദ മൂവ്മെന്റ് ഓഫ് plant part towards or away from light. ഇതിനാണ് ഫോട്ടോട്രോപ്പിസം എന്ന് പറയുന്നത്. ഇനി അതിന്റെ താഴോട്ട് തന്നെ ഒരു ഡോട്ട് ഇട്ടിട്ട് അതിനെപ്പറ്റി തന്നെ എഴുതുക. ആസ് ദ shoots of most plant grow towards the source of light, it is termed as positive phototropism. That is, as the shoot of most plant grows towards the source of light, it is termed as positive phototropism. നമുക്കറിയാം ഷൂട്ട് എന്ന് പറഞ്ഞാൽ എന്താ, അതിന്റെ സ്റ്റെം എപ്പോഴും മുകളിലോട്ടല്ലേ വരുന്നത്. മുകളിൽ സൺലൈറ്റ് ഉണ്ട്, അതുകൊണ്ട് മുകളിലോട്ട് വരുന്നു ഇല്ലേ. എന്നാൽ റൂട്ട് എപ്പോഴും സൺലൈറ്റിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ടാണ് വളരുന്നത് ഇല്ലേ. അപ്പൊ അത് ലൈറ്റിന് ഓപ്പോസിറ്റ് കാണിക്കുന്നത്. അപ്പൊ അതിനെ എന്തെന്ന് വിളിക്കുന്നറിയോ, നെഗറ്റീവ്ലി ഫോട്ടോട്രോപ്പിക് ആണ് റൂട്ട്സ്. ഓക്കെ, അപ്പം അത് ഇങ്ങനെ എഴുതാം. അടുത്തൊരു ഡോട്ട് ഇട്ടിട്ട് എഴുതാം ഇങ്ങനെ. റൂട്ട്സ് grow away from light and hence are negatively phototropic. Sir, a source of light. Source of light, it is termed as Source of light. phototropism. Termed as no. Termed.
ഓക്കെ, അടുത്ത എഴുതിക്കോളൂ. എല്ലാവരും എഴുതിയെന്ന് വിശ്വസിക്കുന്നു. എഴുതാൻ വേണ്ടിയാണ് സമയം തന്നത് വിശ്വസിക്കുന്നു. ഇനി അടുത്ത എഴുതിക്കോ ജിയോട്രോപ്പിസം. അടുത്ത ഹെഡിങ് എഴുതിക്കോ ജിയോട്രോപ്പിസം. അതായത് ഗ്രാവിറ്റിക്ക് അനുസൃതമായിട്ട് പ്ലാന്റ് വളർന്നു പോകുന്നതിനെയാണ് ജിയോട്രോപ്പിസം എന്ന് പറയുന്നത്. നമുക്ക് എഴുതാം the movement of plant organs in response to gravity. ഗ്രാവിറ്റിക്ക് അനുസരിച്ച് പ്ലാന്റിന് മൂവ്മെന്റ് സംഭവിക്കുന്നതിനെയാണ് നമ്മൾ ജിയോട്രോപ്പിസം എന്ന് പറയുന്നത്. ജിയോ മീൻസ് എർത്ത്, ഗ്രാവിറ്റി എന്നൊക്കെയുണ്ട്. ജിയോയുടെ അർത്ഥം എർത്ത് എന്നാണ്. ഇനി റൂട്ട് നിങ്ങൾ നോക്കിയേ. റൂട്ട് എന്ന് പറയുമ്പോൾ ഗ്രാവിറ്റിയുടെ ഡയറക്ഷനിലോട്ടാണ് റൂട്ട് പോകുന്നത്. അപ്പൊ അത് പോസിറ്റീവ്ലി ജിയോട്രോപ്പിക് ആണ്. സ്റ്റെം പോകുന്നത് ഗ്രാവിറ്റിയുടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. അപ്പൊ അതിനെ നെഗറ്റീവ്ലി ജിയോട്രോപ്പിക് എന്ന് പറയാൻ പറ്റും. ലൈറ്റിന്റെ ഇത് വരുമ്പോഴത്തേക്കും ലൈറ്റിന്റെ അത് പോസിറ്റീവ് ആകുന്നത് ഷൂട്ടും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ സ്റ്റെമ്മും, നെഗറ്റീവ് ആകുന്നത് റൂട്ടും ആണ്. പക്ഷെ ഗ്രാവിറ്റിയുടെ കേസ് വരുമ്പോൾ റൂട്ടാണ് പോസിറ്റീവ് ആയിട്ട് പോകുന്നത് ജിയോട്രോപ്പിക്കിന്റെ കേസ്. ഓക്കെ, അപ്പൊ അത് ശ്രദ്ധിച്ചോണം, തിരിഞ്ഞു മറിഞ്ഞും പോകല്ലേ. roots are positively geotropic because they grows in the direction of gravity. In the direction, ഞാൻ DIR എന്ന് എഴുതിയാൽ ഡയറക്ഷൻ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഡയറക്ഷൻ ഓഫ് ഗ്രാവിറ്റി. അടുത്തൊരു ഡോട്ട് ഇട്ട് ഷൂട്ട് മീൻസ് ആ സ്റ്റെം ആണ് ഉദ്ദേശിക്കുന്നത്. ഷൂട്ട് ഗ്രോസ് upwards. Shoot grows upwards. That is against gravity. And hence is negatively geotropic. അടുത്തത് തിഗ്മോട്രോപ്പിസം എന്ന് പറയും. മൂന്നാമത്തേത് തിഗ്മോട്രോപ്പിസം. തിഗ്മോട്രോപ്പിസം. എഴുതിക്കോ ഒരു ഡോട്ട് ഇട്ട് the movement of plant organs plant part എന്ന് എഴുതിയാലും കുഴപ്പമില്ല കേട്ടോ. plant part in response to stimuli caused by physical contact with solid object. അതായത് നിങ്ങൾ ഈ ഇപ്പം നമ്മൾ ഈ പയർ ചെടിക്കൊക്കെ ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്ത് കൊടുക്കുന്നത്? അതിങ്ങനെ വളർന്നു കയറുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും ഒരു ഇത് വെച്ച് കൊടുക്കും. അതേല് ഇങ്ങനെ ഫ്രിക്ഷൻ വൈസ് ആണ് അതിങ്ങനെ വട്ടത്തിൽ കയറി പോകുന്നത്. അങ്ങനെ ഏതെങ്കിലും ഒരു സോളിഡ് ഒബ്ജക്റ്റുമായിട്ട് കോണ്ടാക്ട് വരുന്ന സമയത്ത് ഉണ്ടാകുന്ന പ്ലാന്റ് മൂവ്മെന്റിനെയാണ്, അല്ലെങ്കിൽ പ്ലാന്റ് പാർട്ടിന്റെ മൂവ്മെന്റിനെയാണ്
തിക്മോട്രോപിസം എന്ന് പറയുന്നുണ്ടാവുക. ഓക്കെ ആണല്ലോ? അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം. അതിന്റെ അടുത്ത ഡോട്ട് ഇട്ട് ഇങ്ങനെ എഴുതാം. വീക്ക് സ്റ്റെംഡ് plants. Weak stemmed plants use twinning stems and tendril to climb on other plants or objects which provide them support. അതായത് നമുക്കറിയാലോ, അതായത് സ്റ്റെമ്മിന് തീരെ, അതായത് പയറ്, പാവല്, ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് സ്റ്റെമ്മിന് കട്ടിയില്ലാത്ത, അപ്പൊ അതിന് ഒരിക്കലും നേരെ ഒറ്റയ്ക്ക് നിന്ന് ഇങ്ങനെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഇങ്ങനെ മുകളിലോട്ട് വളർന്ന് വരാൻ പറ്റത്തില്ല. അപ്പൊ അതിനൊരു സപ്പോർട്ട് കൊടുക്കണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, നമ്മളിപ്പോ ചട്ടിക്കകത്താണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ജസ്റ്റ് ഒരു വടി കുത്തി കൊടുക്കും. അല്ലെങ്കിൽ ഇപ്പം മരത്തിന്റെ, ഇപ്പം അതേപോലെ തന്നെയാണ് നമ്മുടെ ഇത് എന്താ കുരുമുളക്, ഇതെല്ലാം ഈ പറഞ്ഞ പോലെ തന്നെ ഏതെങ്കിലും ഒരു മരവുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് നമ്മൾ നടുന്നത്. അപ്പൊ മരത്തിൽ ഇങ്ങനെ അത് കയറി അതിന്റെ സപ്പോർട്ട് കിട്ടും മുകളിലോട്ട് വളർന്നു വരാനായിട്ട്. അല്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ കുറെ നാളുമ്പോൾ വളരാൻ പറ്റാതെ വരുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, അത് ഭൂമിയിൽ തന്നെ കിടന്നിട്ട് സൈഡിലോട്ട് വളരുകയും അങ്ങനെ വെള്ളക്കെട്ടൊക്കെ വരുന്ന സമയത്ത് അതെന്ത് ചെയ്യും, സ്റ്റെമ്മിന് വളരെ ഇത് കുറവല്ലേ, വെള്ളക്കെട്ടൊക്കെ വരുമ്പോഴത്തേക്ക് അതിന് പ്രശ്നമാവുകയും ഒക്കെ ചെയ്യും. അപ്പം ഇങ്ങനെയുള്ള മൂവ്മെന്റ്, പ്ലാന്റിന്റെ മൂവ്മെന്റിനെയാണ് നമ്മൾ തിക്മോട്രോപിസം എന്ന് പറയുക. നാലാമത്തെ ഈ നാലാമത്തെ എഴുതുന്നതിന് ഒരു കാര്യം കൂടെ, ഒരു ഡോട്ട് ഇട്ടിട്ട് മറ്റേ മുകളിൽ ഒരു കാര്യം കൂടെ എഴുതണേ. ട്വിന്നിങ് stems and tendrils are positively thigmotropic. Positively thigmotropic. ഇതുകൂടെ എഴുതിയിട്ട് അടുത്ത് എഴുതുക ഹൈഡ്രോട്രോപിസം. അത് നാലാമത്തെ ആണ് അല്ലെ, ഹൈഡ്രോട്രോപിസം എന്ന് പറയുമ്പോഴത്തേക്കും വെള്ളമുള്ള ഡയറക്ഷനിലേക്ക് ഗ്രോ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഹൈഡ്രോട്രോപിസം എന്ന് പറയുന്നത്. അതായത് കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് നമ്മൾ ഇവിടെ ഭയങ്കര മഴയല്ലായിരുന്നു, അപ്പൊ നമ്മുടെ ട്യൂഷൻ സെന്ററിന്റെ അടുത്തുള്ള ഒരു മരം വീണു. അപ്പൊ ആ മരത്തിന്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ, ആ മരത്തിന്റെ തൊട്ടടുത്തൊരു തോടുണ്ട്. അപ്പൊ ഈ മരം വീഴുന്ന സമയത്ത് ഈ റൂട്ട് എങ്ങനെയാണെന്നറിയോ, റൂട്ട് എൽ ഷേപ്പിലായി, അതായത് ഇപ്പൊ ഇവിടെ ഇങ്ങനെ തോട് ഒഴുകി പോവാണ്, മരം വേണ്ട ഈ ഭാഗത്താണ് നിൽക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ വേരുണ്ടല്ലോ ഇങ്ങോട്ട് താഴോട്ട് കുറച്ചേ പോയിട്ടുള്ളൂ, അതുകൊണ്ടാണ് അത് വീഴാൻ കാരണം. ഇതിന്റെ വേര് തേണ്ടി ഇങ്ങോട്ടേക്കാണ് പോകുന്നത്. കാരണം എന്താണെന്നറിയോ, ഇങ്ങോട്ടേക്ക് ഇതിന്റെ വേര് ഭയങ്കര കൂടുതലായിരുന്നു. കാരണം എന്താ വെച്ചാൽ ഇവിടെ ഒരു തോടുണ്ട്, അപ്പൊ വെള്ളത്തിന്റെ ഡയറക്ഷനിലോട്ട് എന്ത് ചെയ്തു, ആ റൂട്ട് പോയി. താഴോട്ട് റൂട്ട് പോയാലേ മരം നന്നായിട്ട് നിൽക്കത്തുള്ളൂ. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊന്നൊരു 40 വർഷം പഴക്കമുള്ള ഒരു മരമായിരുന്നു, അത് പഞ്ഞി മരമാണ്. അപ്പൊ അത് വീണപ്പോ അതിന്റെ ഈ ഡയറക്ഷനിലോട്ടാണ് വീണത്. അപ്പൊ ഇതിന്റെ വേര് തന്നെ ഇങ്ങനെയാണ് പറയുന്നത്. അപ്പൊ ഇങ്ങോട്ടേക്ക് വേര് അധികം ഇല്ല, താഴോട്ട് ഈ സൈഡിലോട്ടാണ്, ഈ സൈഡിൽ തോടുള്ളതുകൊണ്ട്. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹൈഡ്രോട്രോപിസം എന്ന് പറയുന്ന കൺസെപ്റ്റുമായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് പറയാം, വെള്ളമുള്ള ഭാഗത്തേക്ക് അത് ഗ്രോ ചെയ്യും. അത് പോസിറ്റീവ്ലി ഹൈഡ്രോട്രോപിക് ആണ്. കാരണം വെള്ളമുള്ള ഭാഗത്തേക്ക് പോകണമെങ്കിൽ പോസിറ്റീവ്ലി ഹൈഡ്രോട്രോപിക്, വെള്ളമുള്ളതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ടാണ് പോകുന്നെങ്കിൽ നെഗറ്റീവ്ലി ഹൈഡ്രോട്രോപിക് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പൊ അത് എഴുതുക, ഡോട്ട് ഇട്ട് എഴുതുക. ദ മൂവ്മെന്റ് ഓഫ് plant organs in response to water is termed as hydrotropism. അടുത്ത ഡോട്ട്, roots grow towards the source of moisture and hence are positively hydrotropic. സാറേ പ്ലാന്റ് ഓർഗൻസ് കഴിഞ്ഞെന്തായിരുന്നു എഴുതിയേക്കുന്നത്? The movement of plant organ in response to water. Okay.
വിഷ്ണുവിന് മനസ്സിലാവുന്നുണ്ടോ? വിഷ്ണു എന്ന് പറഞ്ഞേ. വിഷ്ണു ഇവിടെ ഉണ്ടോ? വിഷ്ണു കേട്ടില്ല. വിഷ്ണു ഓക്കെ ആണെന്നാണോ പറഞ്ഞേ? കേൾക്കുന്നില്ല. എനിവേ കുഴപ്പമില്ല. അദ്വൈത് ഓക്കെ ആണോ? അദ്വൈത്, അൻകിത്ത്, സിദ്ധാർത്ഥ, റിജോ, സേറ, ഓക്കെ സർ. ഡീന, അൻവിന്, അക്ഷിത. ഓക്കെ സാർ. ഓക്കെ. ശരി, അങ്ങനെയാണ് നമ്മുടെ ലാസ്റ്റ് ഇതിന്റെ ഒരു ട്രോപ്പിസം എന്ന് പറയുന്നത്. അഞ്ചാമത്തേത് കീമോട്രോപ്പിസം എന്ന് പറയും. കീമോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെമിക്കൽ സ്റ്റിമുലൈ, അതായത് നമുക്ക് പറയാം നമുക്കിപ്പോ ഈ ഉദാഹരണം പറയുന്നത്, നമുക്കിപ്പം നമ്മുടെ ശരീരത്തിനകത്ത് ഇപ്പം കെമിക്കൽ റിയാക്ഷൻസ് ഒത്തിരി നടക്കുന്നുണ്ട്. നമ്മൾ ഒരു എമർജൻസി സിറ്റുവേഷൻ നമ്മൾ ഫേസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിനകത്ത് ഒരു അഡ്രിനാലിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ, അത് കെമിക്കലാണ്, അത് അങ്ങോട്ടേക്ക് ബ്ലഡിനകത്തോട്ട് അങ്ങോട്ട് എന്ത് ചെയ്യും, കിഡ്നിയുടെ മണ്ടയ്ക്കുള്ള അഡ്രിനാലിൻ ഗ്ലാൻഡ് അങ്ങോട്ടേക്ക് സെക്രീറ്റ് ചെയ്യും. അപ്പം നമുക്ക് നല്ലൊരു എനർജി കിട്ടും. അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഒരു എമർജൻസി സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അങ്ങനെ പ്ലാന്റിലും ഇങ്ങനെ കെമിക്കൽ കൺസെപ്റ്റുകളൊക്കെ ഉണ്ട്. അതുമായിട്ട് റിലേറ്റ് ചെയ്ത്, അതായത് ആ കെമിക്കലുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ കെമിക്കൽ സ്റ്റിമുലൈ മൂലം ഉണ്ടാകുന്ന മൂവ്മെന്റുകളെയാണ് കീമോട്രോപ്പിസം എന്ന് പറയുന്നത്. അപ്പം ഒരു ഡോട്ട് ഇട്ട് എഴുതാം. ദ മൂവ്മെന്റ് ഓഫ് പ്ലാന്റ് organs in response to a chemical സ്റ്റിമുലസുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്ന മൂവ്മെന്റ്. ഇനി ഒരു കെമിക്കൽ റെസ്പോൺസിന് എവേ ആയിട്ടാണ് പ്ലാന്റ് ഗ്രോ ചെയ്യുന്നതെങ്കിൽ അത് നെഗറ്റീവ്ലി കീമോട്രോപ്പിക്കും. ഒരു കെമിക്കൽ ചേഞ്ചിന് അനുസൃതമായിട്ടാണ് പ്ലാന്റ് മൂവ് ചെയ്യുന്നതെങ്കിൽ അതിനെ പോസിറ്റീവ്ലി കീമോട്രോപ്പിക് എന്നും പറയും. അപ്പൊ എഴുതാം, when plant grows away from the chemical response, it is negatively chemotropic. അടുത്ത ഡോട്ട്, when plant grows towards chemical response, it is positively chemotropic. ഒരു എക്സാമ്പിൾ നിങ്ങൾ ഇതിന് ഒരു പ്രാവശ്യം പരീക്ഷയ്ക്ക് ഒരു എക്സാമ്പിൾ ചോദിച്ചിട്ടുണ്ട്. കീമോട്രോപ്പിസത്തിന് ഒരു എക്സാമ്പിൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ എക്സാമ്പിൾ ഇത് താഴോട്ട് എഴുതിക്കോ. പോളൻ ട്യൂബ്സ് ഗ്രോസ് towards the sugary substance
secreted by the stigma of the flower. അതായത് നമ്മുടെ പോളൻ ട്യൂബ് ഉണ്ടല്ലോ, നിങ്ങൾ മറ്റേ ഹിബിസ്കസിന്റെ നിങ്ങൾക്ക് പടം പഠിക്കാനുണ്ട്, അത് പഠിക്കുന്ന സമയത്ത് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. ഒരു പോളൻ ട്യൂബ് ഉണ്ട്, ആ പോളൻ ട്യൂബ് എന്ത് ചെയ്യുന്നറിയാമോ, ആ സ്റ്റിഗ്മയുടെ അടുത്തോട്ട്, അതായത് ഇങ്ങനൊരു, അതായത് ഇങ്ങനെ, അതായത് ഇപ്പൊ നമ്മുടെ ഹിബിസ്കസിന്റെ സ്ട്രക്ചർ വരയ്ക്കുവാണെങ്കിൽ ഇങ്ങനെ ഇരിക്കും, വരയ്ക്കൊന്നും വേണ്ടേ, പറഞ്ഞതേ ഉള്ളൂ. ഇവിടെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്റ്റിഗ്മ ഉള്ളത്. അപ്പം ഇവിടെ ഒരു പോളൻ ട്യൂബ് ഇങ്ങനെ ഗ്രോ ചെയ്ത് വരും. അപ്പൊ അതെന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തന്നെ എന്താ, അതൊരു കെമിക്കൽ മൂവ്മെന്റ്, അതായത് ഷുഗറി സബ്സ്റ്റൻസ് ഉള്ള ആ ഭാഗത്തൊക്കെ എന്ത് ചെയ്യാം, പോളൻ ട്യൂബ് അട്രാക്ട് ചെയ്ത് വരികയാണ്, അല്ലേ, അല്ലെങ്കിൽ വളർന്ന് വരികയാണ്. അത് ഈ പറഞ്ഞ പോലെ കെമിക്കൽ മൂവ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു കൺസെപ്റ്റ് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. ഓക്കെ ആണല്ലോ. അപ്പൊ നമ്മുടെ ട്രോപ്പിസം എല്ലാം കഴിഞ്ഞു. ഇനി പ്ലാന്റിലുള്ള ഹോർമോണുകളും അതിന്റെ കുറച്ച് എന്താണ് ആപ്ലിക്കേഷൻസും ആണ് നമുക്ക് പറയാനായിട്ടുള്ളത്. പഠിക്കണം, ഷുവറായിട്ടും ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ് പ്ലാന്റ് ഹോർമോൺ. അപ്പം ഇത് എഴുതി കഴിഞ്ഞെങ്കിൽ അടുത്ത ഒരു ഹെഡിങ് ആയിട്ട് നിങ്ങൾ എഴുതിക്കോ. സാർ അത് ഇപ്പുറത്തോട്ടാക്കാൻ ഞാൻ എഴുതിയില്ലായിരുന്നു. എഴുതിയില്ല. എവിടെ ആക്കേണ്ടത്? ഇത് മതിയോ? അല്ല ഇതിന്റെ അപ്പുറത്ത്, അല്ല ഇതിന്റെ അപ്പുറത്ത്. ഇവിടെ ഇത് കഴിഞ്ഞോ മോനെ? സാറേ കഴിഞ്ഞു. ഓക്കെ. അപ്പൊ അടുത്ത ഹെഡിങ് എഴുതിക്കോ, പ്ലാന്റ് ഹോർമോൺ എന്ന് പറഞ്ഞ ഹെഡിങ് എഴുതിക്കോ. പ്ലാന്റ് ഹോർമോൺ പെട്ടെന്ന് എഴുതണേ, നമുക്ക് ടോപ്പിക്ക് തീർക്കണം. പ്ലാന്റ് ഹോർമോൺസ്. പ്ലാന്റ് ഹോർമോൺസിന്റെ വേറെ പേരുണ്ട്, ഫൈറ്റോ ഹോർമോൺസ് എന്നും പറയും. പ്ലാന്റ് ഹോർമോൺ ഓർ ഫൈറ്റോ ഹോർമോൺസ്. ഈ പ്ലാന്റ് ഹോർമോൺ, പ്ലാന്റ്സിൽ ഉണ്ടാവുന്ന ഹോർമോൺസ് ആണ് അതിന്റെ പല ആക്ഷനും, അതായത് ഇപ്പൊ സെൽ ഡിവിഷന്, സെൽ ഡിഫറൻസിയേഷന്, സെൽ എൻലാർജ്മെന്റ്, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളെ ഗൈഡ് ചെയ്യുന്നത് ശരിക്കും ഈ പ്ലാന്റ് ഹോർമോണാണ്. ഇപ്പം നമ്മളിൽ തന്നെ നമ്മുടെ വളർച്ച കൺട്രോൾ ചെയ്യുന്നത് ശരിക്കും പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് എന്ന് പറയുന്ന, ആ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോണാണ് ഗ്രോത്ത് ഹോർമോൺ. അതാണ് നമ്മുടെ വളർച്ച. ഇപ്പം ചില ആൾക്കാരുണ്ടല്ലേ, എന്താണ്, ഗ്രോത്ത് ഹോർമോൺ വളരെ കൂടുതലാണെങ്കിൽ അവർ ജൈജാന്റിക് ആവും. ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഗ്രേറ്റ് കാലി അങ്ങനെയൊക്കെയുള്ള ആൾക്കാരെയാണ്, അവർ ഭയങ്കര പൊക്കമുള്ള ആൾക്കാരാണ്. എന്നാൽ ഗ്രോത്ത് ഹോർമോൺ വളരെ കുറവുള്ള ആൾക്കാരെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഗ്വാർഫിസം എന്ന് പറയുന്നത്. അത് ഈ ഉണ്ടപ്പക്രു പോലെയുള്ള ആൾക്കാരെ കണ്ടിട്ടില്ലേ, അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ഗ്രോത്ത് ഹോർമോൺ വളരെ കുറവായിരിക്കും അവരുടെ ഈ വളർച്ചാ സമയത്ത് സിക്രീറ്റ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ ഓരോ ആക്ടിവിറ്റീസിനെയും പ്ലാന്റിലും കൺട്രോൾ ചെയ്യുന്നത് എന്താണ്, ഹോർമോൺസ് ആണ്. ഇപ്പൊ ഒരു ഉദാഹരണം പറയാം. ഇപ്പം നമ്മുടെ ഫ്രൂട്ട്സ് ഒക്കെ പഴുക്കാൻ ആവശ്യമായിട്ട് നമുക്കൊരു ഹോർമോൺ ഉണ്ടാവും. അല്ലെങ്കിൽ ഈ പ്ലാന്റ് കുറെ നാള് കഴിയുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ എന്താ മരത്തിലെ ഇല കൊഴിയാൻ ആവശ്യമായിട്ടുള്ള ഹോർമോൺസ് ഉണ്ടാവും. ഇങ്ങനെ ഓരോന്നിനും ഓരോ ഹോർമോൺസ് ഉണ്ട്. അപ്പൊ ഉള്ളതൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ പഠിക്കാൻ പോകുന്നത്. മെയിൻ ആയിട്ട് 4 ഹോർമോൺസ് ആണ് പ്ലാന്റിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ ആദ്യം ഇത് എഴുതിക്കോ, പ്ലാന്റ് ഹോർമോൺസ് controls some aspects of the growth hormone, growth hormone, such as cell division, cell enlargement, and cell differentiation. differentiation.
എന്നിട്ട് ഓരോന്ന് നമുക്ക് എഴുതാം. ഒന്നാമത്തേത് ഓക്സിൻ. ഒന്നാമത്തെ ഹോർമോൺ ഓക്സിൻ ആണ്. AUXIN, ഓക്സിൻ. ഓക്സിന്റെ ഗുണങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഹൈഫൻ ഇട്ട് ഒരു ഡോട്ട് ഇട്ട് എഴുതുക. പ്രൊമോട്ട്സ് ഗ്രോത്ത് ഇൻ പ്ലാന്റ്. ഗ്രോത്ത് ഇൻ പ്ലാന്റ്. രണ്ടാമത്തേത് they are secreted by cells present in the tip of stem and root. അതായത് റൂട്ടിന്റെയും സ്റ്റെമ്മിന്റെയും ടിപ്പിലുള്ള ഒരു സെല്ലാണ് ഈ ഓക്സിൻ എന്ന് പറയുന്ന ഹോർമോൺ സെക്രീറ്റ് ചെയ്യുന്നത്. ഇനിയും സിന്തറ്റിക് ഓക്സിൻ എന്ന് പറയുമ്പോൾ നമുക്ക് ലാബിൽ ചെയ്തെടുക്കാൻ പറ്റും ഈ ഹോർമോണിനെ. അത് സിന്തറ്റിക് ഓക്സിൻ are used in horticulture. ഓക്കെ, അതായത് ഓക്സിൻ എന്ന് പറയുമ്പോൾ പ്ലാന്റിന്റെ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഹോർമോൺ ആണ്. അത് സെക്രീറ്റ് ചെയ്യുന്നത് പ്ലാന്റിന്റെയും സ്റ്റെമ്മിന്റെയും റൂട്ടിന്റെയും ടിപ്പിലുള്ള സെല്ലുകളാണ്. പിന്നെ നമുക്ക് ലാബിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന സിന്തറ്റിക് ഓക്സിൻ ഉണ്ട്. ആ ഓക്സിൻ കൊണ്ട് നമ്മുടെ അടുക്കളത്തോട്ടം, അതേപോലെ തന്നെയുള്ള എന്താണ് ഈ ഫ്ലവേഴ്സിന്റെ ഒക്കെ അറിയാലോ. നമ്മുടെ വീട്ടിലൊക്കെ ഫ്ലവേഴ്സ് ഒക്കെ ഒത്തിരി ആൾക്കാരുടെ വീട്ടിൽ എന്താ പല ടൈപ്പ് ഫ്ലവേഴ്സിന്റെ ഒക്കെ ഒരു ഇത് കാണും ഇല്ലേ, ഗാർഡൻ പോലെ. അപ്പൊ അവിടെ ഒക്കെ നമുക്ക് വേണമെങ്കിൽ സിന്തറ്റിക് ആയിട്ടുള്ള ഓക്സിൻ നമുക്ക് എന്താണ് വെളിയിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടാവും. ഓക്സിൻ ആണ്. ഇനി രണ്ടാമത്തെ ഹോർമോൺ എന്ന് പറയുന്നത് ജിബറലിൻ ആണ്. ജിബറലിൻ ഹൈഫൻ ഇടുക. അത് ഈ പറഞ്ഞ പോലെ തന്നെ സെൽ ഡിഫറൻസിയേഷൻ, അതായത് സെൽ ഡിഫറൻസിയേഷൻ ചെയ്യാന്ന് പറയുമ്പോൾ സെല്ലിനെ ഡിവൈഡ് ചെയ്യാന്ന് അർത്ഥം. അതായത് ഇങ്ങനെ സെല്ല് മൾട്ടിപ്ലൈ ചെയ്ത് പോവുക. അതാണ് എന്താണ് സെൽ ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത്. അപ്പം അതിനുവേണ്ടി ഓക്സിന്റെ പ്രസൻസിൽ നമ്മളെ ഈ ജിബറലിനാണ് ഹെൽപ്പ് ചെയ്യുന്നത് എന്നുള്ള കാര്യം ഓർത്തോണം. ജിബറലിനാണ് രണ്ടിലുള്ളത്. ഓക്കെ, അപ്പം എഴുതിക്കോ. പ്രൊമോട്ട്സ് സെൽ ഡിഫറൻസിയേഷൻ in presence of ഓക്സിൻസ്. രണ്ടാമത്തേത് they break seed dormancy. മൂന്നാമത്തേത് stimulate elongation of shoots. എഴുതിക്കോ, പറഞ്ഞുതരാം. സാറേ രണ്ടാമത്തെ പോയിന്റ് എന്തായിരുന്നു? ബ്രേക്ക് ആണോ? സീഡ് ഡോർമൻസി. ഈ സീഡ് ഡോർമൻസി എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? വിത്ത് മുളയ്ക്കാൻ പറ്റാത്ത അവസ്ഥേനെയാണ് സീഡ് ഡോർമൻസി എന്ന് പറയുന്നത്. പക്ഷെ ജിബറലിൻ അതില്ലാതാക്കും. അതായത് വിത്തിനെ മുളയ്ക്കാൻ വേണ്ടി സഹായിക്കും ജിബറലിൻ എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പിന്നെ മൂന്നാമത്തെ പറയുന്നത് സ്റ്റിമുലേറ്റ് ഇലോങ്ങേഷൻ ഓഫ് ഷൂട്ട്. അതായത് ഷൂട്ട് മീൻസ് അതിന്റെ സ്റ്റെമ്മിന് നീളം വെക്കാൻ വേണ്ടി എന്ത് ചെയ്യും, അത് നമ്മളെ സഹായിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അടുത്തത് മൂന്നാമത്തെ അതിന്റെ ഹോർമോൺ എന്ന് പറയുന്നത് സൈറ്റോകൈനിൻസ് ആണ്. സൈറ്റോകൈനിൻസ് സെൽ ഡിവിഷനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ഹോർമോൺ ആണ്. പ്രൊമോട്ട്സ്
cell division in plant. Promotes cell division in plants. അതേപോലെ തന്നെ അടുത്തത് delay aging of leaves. Delay aging of leaves. ലീവ്സിന്റെ അതായത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ലീവ്സ് കൊഴിയുന്നതിനെ വരെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ലീവ്സ് കൊഴിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീവ്സ് ഏജ് ആവുമെന്നാണ്. അപ്പൊ ഏജിനെയൊക്കെ ഡിലേ ചെയ്യാൻ വേണ്ടി സൈറ്റോകൈൻ നമ്മളെ സഹായിക്കും. അതേപോലെ തന്നെ പ്രൊമോട്ട് ഓപ്പണിംഗ് ഓഫ് സ്റ്റൊമേറ്റ. പ്രൊമോട്ട് ഓപ്പണിംഗ് ഓഫ് സ്റ്റൊമേറ്റ. അതേപോലെ തന്നെ സാറ് ഡിലേ കഴിഞ്ഞിട്ട് എഴുതിയത് ഡിലേ ഏജിങ് പ്രൊമോട്ട് ഓപ്പണിംഗ് ഓഫ് സ്റ്റൊമേറ്റ. അടുത്തത് പ്രൊമോട്ട് ഫ്രൂട്ട് ഗ്രോത്ത്. അതായത് ഒരു പ്ലാന്റിലെ ഫ്രൂട്ട് ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഹോർമോൺ ആണ് സൈറ്റോകൈൻ. പ്രൊമോട്ട് ഫ്രൂട്ട് ഗ്രോത്ത്. അടുത്ത നാലാമത്തേതും ലാസ്റ്റും ആയിട്ടുള്ളത് ആബ്സിസിക് ആസിഡ് എന്ന് പറയും. ആബ്സിസിക് സ്പെല്ലിംഗ് തെറ്റി പോലെ ആബ്സിസിക് ആസിഡ് എന്ന് പറയും. ABSCISIC. ആബ്സിസിക് ആസിഡ് ആക്ട് ആസ് എ ഗ്രോത്ത് ഇൻഹിബിറ്റർ. ഗ്രോത്ത് ഓവർ വളർച്ചയൊക്കെ തടയുന്ന ആളാണ്. ആക്ട് ആസ് എ ഗ്രോത്ത് ഇൻഹിബിറ്റർ എന്ന് പറഞ്ഞാൽ ഗ്രോത്തിനെ തടയുന്ന ആള്, ഈ ഒത്തിരി വളർച്ചയൊക്കെ തടയുന്ന ആള് അല്ലേ. രണ്ടാമത്തേത് ഇറ്റ് പ്രൊമോട്ട്സ് ഡോർമൻസി ഇൻ സീഡ് ആൻഡ് ബഡ്. ഇറ്റ് പ്രൊമോട്ട്സ് ഡോർമൻസി ഇൻ സീഡ് ആൻഡ് ബഡ്. അടുത്തത് പ്രൊമോട്ട്സ് ക്ലോസിംഗ് ഓഫ് സ്റ്റൊമേറ്റ. മറ്റേത് ഓപ്പണിംഗ് ഓഫ് സ്റ്റൊമേറ്റ ആണെങ്കിൽ ഇത് ക്ലോസിംഗ്. പ്രൊമോട്ട്സ് ക്ലോസിംഗ് ഓഫ് സ്റ്റൊമേറ്റ എന്ന് പറയുമ്പോഴത്തേക്കും ഈ ലീവ്സിലൊക്കെ ഉള്ള ചെറിയൊരു ഒരു സെല്ലുലാർ പാർട്ട് ആണ് കേട്ടോ. അതിനകത്തൂടാണ് ഈ എന്താണ് വെള്ളം അകത്തേക്ക് വരുന്നതും പുറത്തേക്ക് പോകുന്നതും ഒക്കെ. ഏരിയൽ പാർട്ടിൽ വെള്ളം അബ്സോർബ് ചെയ്യുന്നതും അല്ലെങ്കിൽ മുകളിലോട്ട് പോകുന്ന താഴെ ഇപ്പം റൂട്ട് അബ്സോർബ് ചെയ്ത സാധനങ്ങളൊക്കെ മുകളിലോട്ട് പോകുന്നതും അത് എന്താണ് ഇവാപറേറ്റ് ചെയ്ത് പോകുന്നതും ഒക്കെ ഈ സ്റ്റൊമേറ്റ വഴിയാന്നുള്ള കാര്യം ഓർക്കണം. അതേപോലെ തന്നെ പ്രൊമോട്ട് വിൽട്ടിംഗ് ആൻഡ് ഫോളിംഗ് ഓഫ് ലീവ്സ്. പ്രൊമോട്ട്സ് വിൽട്ടിംഗ് ആൻഡ് വിൽട്ടിംഗ് ആണ്. വിൽട്ടിംഗ് എന്ന് പറഞ്ഞാൽ വാടുക. ആൻഡ് ഫോളിംഗ് ഓഫ് ലീവ്സ്. അതായത് ഇപ്പൊ പ്രായമായ അല്ലെങ്കിൽ ഒത്തിരി പ്രായമായ ഇലകളൊക്കെ എന്ത് ചെയ്യണം, എന്തായാലും കൊഴിഞ്ഞു പോകണം ഇല്ലേ. ചില നിങ്ങൾ കണ്ടിട്ടില്ലേ, ഇപ്പം മഹാഗണി എന്ന് പറയുന്നൊരു തടിയുണ്ട്. മഹാഗണിയുടെ തടി എപ്പോഴും ഒരു മാർച്ച് ഏപ്രിൽ മാസം ആകുമ്പോഴത്തേക്ക് അതിന്റെ ഇല ഫുൾ കൊഴിച്ചിട്ട് പിന്നെ ഫ്രഷ് ആയിട്ട് പുതിയ ഇല വരിക ചെയ്യുന്നത്. അത് ആദ്യം വാടി അത് ഉണങ്ങിയിട്ട് അത് കൊഴിഞ്ഞു പോകും. അപ്പൊ അങ്ങനെയുള്ള ചെടികളിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ മരങ്ങളിലും ഒക്കെ ആക്ട് ചെയ്യുന്നത് ആബ്സിസിക് ആസിഡ് ആണ്. അത് വിൽട്ടിങ്ങും ഫോളിങ്ങും ഒക്കെ അത് കൺട്രോൾ ചെയ്യുന്നതാണ്. ഓക്കെ. പിന്നെ അതേപോലെ തന്നെ ഒരെണ്ണം കൂടെ ഉണ്ട് അതിന്റെ ഫംഗ്ഷൻ. സാറേ ലാസ്റ്റ് പോയിട്ട് പ്രൊമോട്ട്സ് എഴുതിയേക്കുന്നത് വിൽട്ടിംഗ്, വാടുക. വിൽട്ടിംഗ് ആൻഡ് ഫോളിംഗ് ഓഫ് ലീവ്സ്. ഓക്കെ. അടുത്തത് ഡീറ്റാച്ച്മെന്റ് ഓഫ് ഫ്ലവേഴ്സ്. ഡീറ്റാച്ച്മെന്റ് ഓഫ് ഫ്ലവേഴ്സ്. നിങ്ങൾ കണ്ടിട്ടുണ്ട് ഫ്ലവേഴ്സ് പറിക്കാതെ തന്നെ ചിലപ്പോൾ കൊഴിഞ്ഞ് താഴെ കിടക്കുന്നതാണ്. അത് ഈ ആബ്സിസിക് ആസിഡിന്റെ പ്രവർത്തനം കൊണ്ടാണ്. അതും ഫ്രൂട്ട്, ഇപ്പൊ നമുക്കറിയാലോ മാങ്ങയൊക്കെ പഴുത്ത് താഴെ വീഴുന്ന കിടക്കുന്നത്, അല്ലെ ചക്കയൊക്കെ പഴുത്ത് താഴെ വീഴുന്നത്, അത് ഈ ചുമ്മാ ഈ ചുമ്മാ താഴെ വീഴുവല്ല, അതിന്റെ ഈ ആബ്സിസിക് ആസിഡ് ആണ് അതിനെ സഹായിക്കുന്നത്. മനസ്സിലായോ?
ഫോളിങ് ചെയ്യാനും വിൽറ്റ് ചെയ്യാനും വാടാനും ഒക്കെ പഴുക്കാനും ഒക്കെ അവിടെ സഹായിക്കുന്ന ആസിഡാണ് ഈ പറഞ്ഞ പോലെ തന്നെ ആബ്സിസിക് ആസിഡ് എന്ന് പറയുന്നത്. അപ്പം ഡിറ്റാച്ച്മെന്റ് ഓഫ് ഫ്ലവേഴ്സ് ആൻഡ് ഫ്രൂട്ട്സ് from the plant from the plant is due to abscisic acid. Spelling correct ആയിട്ട് എഴുതിക്കോണേ, abscisic acid. ഇനി നമുക്ക് ഒരൊറ്റ ടോപ്പിക് കൂടെ പഠിക്കാനുള്ളൂ. പ്ലാന്റിൽ ഹോർമോൺ ഉള്ള പോലെ തന്നെ ആനിമൽസിൽ ഹോർമോൺ ഉണ്ട്. അതിനെ പറ്റി കൂടെ പഠിച്ചു കഴിഞ്ഞാൽ ചാപ്റ്റർ തീർന്നു. എല്ലാവരും എഴുതി കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. അടുത്ത ടോപ്പിക്കിലേക്ക് പോവാണേ. എഴുതിയില്ലെങ്കിൽ പറയണം. ഓക്കെ, ഹോർമോൺസ് ഇൻ ആനിമൽ എഴുതിക്കോ. ഹോർമോൺസ് ലാസ്റ്റ് ടോപ്പിക് ആണ്. ഹോർമോൺസ് ഇൻ ആനിമൽസ്. ഇൻക്ലൂഡ് ഈ ആനിമൽസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇൻക്ലൂഡിങ് ഹ്യൂമൻ ബീങ്സ് ആണ് കേട്ടോ. അതിനകത്ത് ഒന്നാമത്തേത് അഡ്രിനാലിൻ. അത് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന്റെ താഴോട്ട് എഴുതി പ്രൊഡ്യൂസ്ഡ് ബൈ adrenal gland. അതിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇത് പ്രൊഡ്യൂസ്ഡ് ബൈ അഡ്രിനൽ ഗ്ലാൻഡ്, ഒരു ഡോട്ട് ഇട്ട് എഴുതുക. അടുത്തത് ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാമോ? എമർജൻസി സിറ്റുവേഷൻ. ഇപ്പൊ നമ്മൾ ഒരു വീട്ടിലോട്ട് പോയ സമയത്ത് അവിടുത്തെ പട്ടിയെ തുറന്നു വിട്ടിരിക്കുകയായിരുന്നു, നമ്മളത് അറിഞ്ഞില്ല. ഒരു എമർജൻസി സിറ്റുവേഷനാ, കടി കിട്ടുമെന്ന് ഉറപ്പാണ് ഇല്ലേ? അപ്പൊ ആ എമർജൻസി സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി ബോഡി എന്ത് ചെയ്യുന്നറിയാമോ? അഡ്രിനൽ ഗ്ലാൻഡ് ബ്ലഡിലേക്ക് അഡ്രിനാലിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ സെക്രീറ്റ് ചെയ്യുമ്പോൾ രണ്ട് ഓപ്ഷൻ നമുക്കുണ്ട്. ഒന്നെങ്കിൽ ആ പട്ടിയെ കല്ലെടുത്തെറിയുന്ന രീതിയിൽ പേടിപ്പിക്കാൻ, വീട്ടിൽ വളർത്തുന്നതാകുമ്പോൾ കല്ലെടുത്തെറിയുന്ന രീതിയിൽ പേടിപ്പിച്ചാകുമ്പോൾ അത് പോകാൻ പോകുന്നില്ല. നമ്മളപ്പോൾ ഓടുക എന്നുള്ളതേ ഉള്ളൂ. ഓടാനുള്ള എനർജിയും ഓടാനുള്ള എമർജൻസി സിറ്റുവേഷനിൽ ഓടാൻ വേണ്ടിയുള്ളത് എല്ലാ കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്ന അഡ്രിനൽ ഗ്ലാൻഡ്. അപ്പൊ നമ്മൾ ഓടിയെല്ലാം അതിന്റെ മണ്ടയ്ക്ക് വല്ലതും കയറുക എന്നുള്ളതാണ് അവിടുത്തെ ആ ഒരു നമുക്ക് രക്ഷ നേടാനുള്ള ഇത്, അല്ലെ നമുക്ക് കടിയിട്ടു ആണല്ലോ. അപ്പം അങ്ങനെയുള്ള ഇതൊക്കെയാണ്. അതായത് ഒരു എമർജൻസി സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാനോ, അല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് പെട്ടെന്ന് ഒരു എന്തെങ്കിലും ആയിക്കോട്ടെ, നമ്മളിപ്പം വള്ളം തുഴഞ്ഞുകൊണ്ട് പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ നീന്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ ആറിന്റെ തീരത്തൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരാൾ നമ്മളെ പിടിച്ച് തെള്ളിയിട്ടു. അത് നമുക്ക് നീന്താൻ അറിയാം, പക്ഷെ പെട്ടെന്ന് തെള്ളിയിടുന്ന സമയത്ത് നമ്മൾ പാനിക് ആവുകയും, അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷൻസിലൊക്കെ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഞാനിപ്പോ ഒരു എക്സാമ്പിൾ പറയുന്നേ ഉള്ളൂ. അതിൽ ഏറ്റവും എക്സാമ്പിൾ പട്ടി അടിക്കാൻ പറ്റുന്ന ഒരു എക്സാമ്പിളാണ്. അത് നമുക്ക് എന്ത് ചെയ്യാം? പെട്ടെന്ന് എമർജൻസി സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അഡ്രിനാലിൻ ഹോർമോൺ സെക്രീറ്റ് ചെയ്യുകയും അതുമായിട്ട് അതിന്റെ ഇതായിട്ട് നമുക്ക് നമ്മുടെ മോട്ടോർ നെർവ് വഴി നമ്മുടെ മസിൽസിലേക്കൊക്കെ നല്ല ഒരു സ്ട്രെങ്ത് വരികയും ഒക്കെ ചെയ്യും. അങ്ങനെയാണ് ഓടാനും അല്ലെങ്കിൽ അതിനെ ഫൈറ്റ് ചെയ്യാനും പറ്റുന്നത്. ഓക്കെ, അപ്പം എഴുതുക. അഡ്രിനാലിൻ prepares the body for fight mechanism. രണ്ടാമത്തെ ഹോർമോൺ ഇതിന്റെ ഡെഫിഷ്യൻസി ഡിസീസ് ഒന്നും ഇല്ല ഇതിന്. അടുത്തത് തൈറോക്സിൻ ഹോർമോൺ. തൈറോക്സിൻ ഡോട്ട് ഇടുക. സെക്രീറ്റഡ് ബൈ തൈറോയിഡ് ഗ്ലാൻഡ്. അതിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് regulates
regulates carbohydrate, fat, and protein metabolism. Protein metabolism. Another function, it increases basal metabolic rate, BMR, basal metabolic rate, BMR. നമ്മൾ ഈ BMR ഇൻഡെക്സ് എന്നൊക്കെ പറയും. ഈ ജിമ്മിലൊക്കെ പോകുന്ന ആൾക്കാർ അവരുടെ BMR ഇൻഡെക്സ് ഒക്കെ നോക്കും. അതിനൊരു കാൽക്കുലേഷൻ ഒക്കെ ഉണ്ട്. അതിനനുസരിച്ചാണ് അവർ എത്ര ഫുഡ് എടുക്കണം, എത്ര വർക്കൗട്ട് ചെയ്യണം എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് മനസ്സിലാവുന്നത്. അടുത്തത്, it regulates body growth such as ossification of bones and mental development. ഈ ഓസിഫിക്കേഷൻ ഓഫ് ബോൺസ് എന്ന് പറഞ്ഞാൽ ബോണിന്റെ സ്ട്രെങ്ത് കൂട്ടുക എന്നുള്ളതാണ്. മനസ്സിലായോ? സ്ട്രെങ്ത് നല്ല ബോൺ സ്ട്രെങ്ത് കൂട്ടുക എന്നുള്ളതാണ് ഓസിഫിക്കേഷൻ ഓഫ് ബോൺസ് എന്ന് പറയുന്നത്. പിന്നെ മെന്റൽ ഡെവലപ്മെന്റിനും എന്താണ്, നല്ലതാണ്. അതായത് ഇപ്പം ഇപ്പം അറിയാലോ, നമുക്ക് ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ ഒത്തിരി ആൾക്കാർക്ക് ഈ ആങ്സൈറ്റി, ഡിപ്രഷൻ അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഒരു സൈക്കോളജിസ്റ്റിന്റെ ഒക്കെ ചെയ്യുവാണെങ്കിൽ അവർ ആദ്യം ചെല്ലുന്നിട്ട് എന്ത് പറയുന്നറിയോ, തൈറോയിഡ് ഒന്ന് ചെക്ക് ചെയ്യാൻ പറയും. അപ്പം അവരുടെ ബേസിക് മെറ്റബോളിക് റേറ്റും അതേപോലെ തന്നെ അതുമൂലം അവർക്ക് വേണമെങ്കിൽ എന്തുണ്ടാവാം, തൈറോയിഡിന്റെ വ്യത്യാസം മൂലം, തൈറോക്സിന്റെ ഹോർമോൺ വേരിയേഷൻ മൂലം എന്തുണ്ടാവാം, ഇങ്ങനെ ആങ്സൈറ്റി, ഡിപ്രഷൻ ഒക്കെ ഉണ്ടാവും. അപ്പൊ അതൊക്കെ ചെക്ക് ചെയ്യാൻ സാധാരണ പറയാറുണ്ട് സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് പോകുന്ന സമയത്ത്. ഓക്കെ, അത് മാത്രമല്ല കേട്ടോ, വേറെ കുറെ കാര്യങ്ങളുണ്ട്. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞേ ഉള്ളൂ. ഓക്കെ, ഇനി നമ്മളിപ്പം തൈറോക്സിനെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. തൈറോയിഡ് എന്ന് പറയുന്ന ഗ്ലാൻഡ് ആണ് സെക്രീറ്റ് ചെയ്യുന്നത്. അതിന്റെ ഫംഗ്ഷൻസും കാര്യങ്ങളും എല്ലാം പറഞ്ഞു. അതിന്റെ ഡെഫിഷ്യൻസി, അതിന്റെ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്ന ഡിസോർഡർ ഇട്ടിട്ട് ഒരു ഹൈഫൻ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് സിമ്പിൾ കഴുത്തേൽ ഇങ്ങനെ ഒരു സ്വെല്ലിംഗ് പോലെ വരുന്നതിനാണ് സിമ്പിൾ ഗോയിറ്റർ എന്ന് പറയുന്നത്. സിമ്പിൾ ഗോയിറ്റർ. അതേപോലെ തന്നെ ഒപ്താൽമിക് ഗോയിറ്റർ. അതേപോലെ തന്നെ ക്രിട്ടിനിസം ഇതും ഉണ്ടാവാറുണ്ട്. ക്രിട്ടിനിസം. അടുത്തത് ഗ്രോത്ത് ഹോർമോൺ. മൂന്നാമത്തേത് ആനിമൽ ഹോർമോൺ എന്ന് പറഞ്ഞാൽ ഗ്രോത്ത് ഹോർമോൺ. ഗ്രോത്ത് ഹോർമോൺ എന്ന് പറയുന്നത് എന്താ പറയുക? ഗ്രോത്ത് ഹോർമോൺ ഇറ്റ് ഈസ് എസെൻഷ്യൽ ഫോർ നോർമൽ ഗ്രോത്ത്. ഇസ് എസെൻഷ്യൽ ഫോർ നോർമൽ ഗ്രോത്ത്. നമ്മുടെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള സംഭവമാണ് എന്ത് ചെയ്യുന്നത്, ഗ്രോത്ത് ഹോർമോൺ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി ഇറ്റ് ഈസ് സെക്രീറ്റഡ് ആണ്. എ ഇല്ല കേട്ടോ, ഞാൻ നേരത്തെ എ ഇട്ടാൻ പോകുന്നു. സെക്രീറ്റഡ് ബൈ anterior lobe of pituitary gland. Pituitary gland. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബ്രെയിനകത്തുള്ള ഒരു ഗ്ലാൻഡ് ആണ്. ആ ഗ്ലാൻഡിന്റെ ആന്റീരിയർ പോർഷൻ, ഫ്രണ്ട് പോർഷൻ ആണ് ഇത് എന്താ സെക്രീറ്റ് ചെയ്യുന്നത്. അതേപോലെ ഇനി ഡിസോർഡർ ഉണ്ട്, കൂടിയാലും കുറഞ്ഞാലും ഡിസോർഡർ ഉണ്ട്. ഡിസോർഡർ കോസ്ഡ് ബൈ ദിസ് എന്ന് പറയുമ്പോൾ ഡ്വാർഫിസം ആൻഡ് ജൈജാൻറ്റിസം.
പൊക്ക കൂടുതലും പൊക്ക കുറവും. അടുത്തത് ഇൻസുലിൻ. ഇൻസുലിൻ ആണ് ഹോർമോൺ. അത് ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ പാൻക്രിയാസിലുള്ള സ്പെഷ്യലൈസ്ഡ് സെൽ ഉണ്ട്, ബീറ്റാ സെൽസ് എന്ന് പറയും, ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് എന്നൊക്കെ പറയും. അപ്പൊ അതിനകത്ത് അതാണ് ശരിക്കും പറഞ്ഞാൽ ഇൻസുലിൻ സെക്രീറ്റ് ചെയ്യുന്നത്. നമ്മളിപ്പോ നിങ്ങൾ സ്കൂൾ പിള്ളേരല്ലേ, അപ്പൊ നിങ്ങൾ സ്കൂളൊക്കെ വിട്ട് വരുന്ന സമയത്ത് പിള്ളേരുമായിട്ടൊക്കെ എന്താണ് കറങ്ങാനൊക്കെ പോകുന്ന സമയത്ത്, ബേക്കറിയിലൊക്കെ പോകുന്ന സമയത്ത്, സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് തന്നെ നിങ്ങൾ ബേക്കറിയിലൊക്കെ കയറി കഴിച്ചിട്ടായിരിക്കും വരുന്നത്. അപ്പം നല്ലതായിട്ട് നിങ്ങൾ എന്ത് ചെയ്യും, ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ കേക്കും അല്ലെങ്കിൽ പേസ്ട്രീസും അല്ലെങ്കിൽ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാരി കഴിക്കും. അങ്ങനെ കഴിക്കുന്ന സമയത്ത് ബ്ലഡിനകത്ത് ഷുഗർ ലെവൽ ഭയങ്കരമായിട്ട് കൂടും. അങ്ങനെ കൂടിയാൽ നമുക്ക് കിഡ്നിക്കൊക്കെ പ്രശ്നമാകാതിരിക്കാൻ വേണ്ടി ശരീരം ചെയ്യുന്ന ഒരു മെക്കാനിസമാണ് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുക. ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുമ്പോൾ ഇൻസുലിൻ എന്ത് ചെയ്യും, ആ ഷുഗർ ലെവലിനെ ബാലൻസ് ചെയ്യും എന്നുള്ളതാണ്. മനസ്സിലായോ? അപ്പൊ അതാണ് അവിടെ നടക്കുന്നത്. ഇത് സെക്രീറ്റ് ചെയ്യുന്നത് സെക്രീറ്റഡ് ബൈ ആരാ? ബൈ പാൻക്രിയാസ് ആണ്. പാൻക്രിയാസ് ബീറ്റാ സെൽസ് ആണ് സെക്രീറ്റ് ചെയ്യുന്നത്, ബീറ്റാ സെൽസ്. എന്നിട്ട് അടുത്തത് നമുക്ക് പറയാനുള്ളത് എന്താണ്, റെഗുലേറ്റ്സ് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ. റെഗുലേറ്റ്സ് ബ്ലഡ് ഗ്ലൂക്കോസ്, ഷുഗർ ലെവൽ, ഗ്ലൂക്കോസ് ലെവൽ. അതിന്റെ ഫംഗ്ഷൻ. സാറേ ആ ഇൻസുലിന്റെ ഫസ്റ്റ് പോയിന്റ് ഇല്ലേ, അതിന്റെ അത് ബ്രാക്കറ്റിൽ എന്തോ കൊടുത്തേക്കുന്നേ? ബീറ്റാ സെൽ എന്ന് പറയും. ബീറ്റ ഇങ്ങനെ എഴുതുന്നത്, ബീറ്റാ സെൽ. ബി അല്ലത്, ബിയുടെ താഴോട്ട് ഒരു വര കൊടുക്കണം. ഇനി ഇതിന്റെ ഡിസോർഡർ പറയുന്നത് ഡയബറ്റിസ് മെലിറ്റസ് എന്ന് പറയും. അതായത് ഷുഗർ ഡയബറ്റീസ് പേഷ്യന്റ് ഇല്ലേ, ശരിക്കും അതിന്റെ ബയോളജിക്കൽ ടേം ആണ് ഡയബറ്റീസ് മെലിറ്റസ് എന്ന് പറയും. എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഹൈ കോൺസെൻട്രേഷൻ ഓഫ് ഷുഗർ ഇൻ ബ്ലഡ്. ഹൈപ്പർഗ്ലൈസീമിയ എന്നും പറയും. ഹൈപ്പർഗ്ലൈസീമിയ എന്നും പറയും. അടുത്തത് അഞ്ചാമത്തേത് ടെസ്റ്റോസ്റ്റിറോൺ. secreted by testis, ഒരു റീപ്രൊഡക്റ്റീവ് ഓർഗൻ ആണ്. ടെസ്റ്റിസ് ഇൻ മെയിൽസ്, മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ ആണ്. അത് ഈ പറഞ്ഞ പോലെ തന്നെ അതിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്, കൺട്രോൾസ് the development of sex organ in males. മെയിൽസിലെ സെക്സ് ഓർഗന്റെ ഡെവലപ്മെന്റ് ആണ് അതിന്റെ ഫംഗ്ഷനിങ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് കൺട്രോൾസ് the development of secondary sexual characteristics. Secondary sexual characteristics. അതായത് സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടറിസ്റ്റിക് എന്ന് പറഞ്ഞാൽ മീശ വരുന്നു ഇല്ലേ, അതായത് താടി വരുന്നു, ഇതൊക്കെ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടറിസ്റ്റിക്. അതായത് നമുക്ക് നമ്മുടെ ടീനേജ് ആ സമയത്ത് ഉണ്ടാകുന്ന, ശരീരത്തിൽ ഉണ്ടാകുന്ന എല്ലാ മാറ്റങ്ങളും സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടറിസ്റ്റിക്കുമായിട്ട് ബന്ധപ്പെട്ട. അത് മെയിലില് ഉണ്ടാക്കുന്ന ഹോർമോൺ ആണ് ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറയുന്നത്. ഫീമെയിലിൽ ഉണ്ടാക്കുന്നത് അതിന് ഈസ്ട്രജൻ എന്ന് പറയും. നമ്മൾ അടുത്ത പഠിക്കാൻ പോകുന്നതാണ്. സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടറിസ്റ്റിക് ഡ്യൂറിങ് പ്യൂബർട്ടി ആണ്. ഡ്യൂറിങ് പ്യൂബർട്ടി എന്ന് പറയുന്നത്. ഈവൻ നമുക്കുണ്ടാകുന്ന സൗണ്ട് മാറ്റം പോലും, ഈ പ്യൂബർട്ടിയിൽ ഉണ്ടാകുന്ന സൗണ്ട് മാറ്റം പോലും ഈ ടെസ്റ്റോസ്റ്റിറോണുമായിട്ട് ബന്ധപ്പെടുത്തിയാണ്. അടുത്ത ലാസ്റ്റ് ഒരു ഹോർമോണും കൂടെ ഉണ്ട്. അതിനെ നമ്മൾ ഈസ്ട്രജൻ എന്ന് പറയും. അതായത്
ഫീമെയിൽ സെക്സ് ഹോർമോൺ ആണ് എന്ത് ഈസ്ട്രജൻ എന്ന് പറയുന്നത്. അപ്പോൾ അതും കൂടെ എഴുതിയിട്ടുള്ളൂ. അതുകൂടെ എഴുതി കഴിഞ്ഞാൽ ചാപ്റ്റർ തീരുന്നു. ഈസ്ട്രജൻ ഈസ്ട്രജൻ ഈസ്ട്രോജൻ എന്ന് പറയുമ്പോഴത്തേക്കും secreted by the ovaries in females. അതായത് മെയിൽസിലുള്ള പോലെ തന്നെ ഒരു എന്താണ് സെക്ഷൽ പാർട്ട് ആണ് ഫീമെയിൽസിലുള്ള ഓവറീസ്. ആ ഓവറീസ് ആണ് എന്ത് ചെയ്യുന്നത് ഈസ്ട്രജൻ എന്ന് പറയുന്ന ഹോർമോൺസ് സെക്രീറ്റ് ചെയ്യുന്നത്. ഫങ്ഷൻ എന്ന് പറയുന്നത് കൺട്രോൾസ്, ഇതും അത് തന്നെ ഫീമെയിലുള്ള സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടറിസ്റ്റിക്കും ഫീമെയിലുള്ള സെക്ഷൽ ഡെവലപ്മെന്റും എല്ലാം കൺട്രോൾ ചെയ്യുന്നത് ഈസ്ട്രജൻ ആണ്. കൺട്രോൾസ് development of female sex organs. അതേപോലെ തന്നെ controls development of secondary sexual characteristics in females during puberty. അതായത് ഈ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. അതായത് നമ്മൾ പ്യൂബർട്ടി സമയത്ത് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ശാരീരികമായിട്ടുള്ള ഒത്തിരി വ്യത്യാസങ്ങൾ ഉണ്ടാവും. ആ വ്യത്യാസങ്ങളെ കൺട്രോൾ ചെയ്യുന്ന ഹോർമോൺ ആണ് ആണുങ്ങളിലാകുമ്പോൾ എന്താണ് ടെസ്റ്റോസ്റ്റിറോണും, പെണ്ണുങ്ങളിലാകുമ്പോൾ ഈസ്ട്രജൻ. ഓക്കെ ആണല്ലോ? ഇത്രയേ ഉള്ളൂ നമുക്ക് പഠിക്കാനായിട്ട്. ശരിക്കും പിന്നെ ഇതിനകത്തൊരു ഫീഡ്ബാക്ക് മെക്കാനിസം എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് കൂടെ ഉണ്ട്. നമ്മളത് അതായത് ഫീഡ്ബാക്ക് മെക്കാനിസം പറയുന്നത് എന്താണെന്നറിയോ? നമുക്ക് ബോഡിയുടെ ഒരു മെക്കാനിസമാണ് നോർമൽ സ്റ്റേറ്റ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത്. ഇപ്പം whenever there is a change in normal state, messages send to increase secretions if there is a fall below. അതായത് ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. നമ്മൾ മിഠായി കഴിച്ചു, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഡയറി മിൽക്കും അതേപോലെ പേസ്ട്രീസും അങ്ങനെയുള്ള മധുരത്തിന്റെ ആഹാരങ്ങൾ ഒത്തിരി കഴിച്ചു. ഉറപ്പായിട്ടും നമുക്ക് ഷുഗർ സ്പൈക്ക് ഉണ്ടാവും ബ്ലഡിൽ. അപ്പൊ എന്ത് ചെയ്യും? നോർമൽ സ്റ്റേറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നേരെ പാൻക്രിയാസിന് ബ്രെയിൻ മെസ്സേജ് കൊടുക്കും. എന്താണ് ബീറ്റാ സെൽസിനോട് പറയും ഇൻസുലിൻ സെക്രീറ്റ് ചെയ്തോളൂ എന്ന് പറയും. അങ്ങനെ ഇൻസുലിൻ സെക്രീറ്റ് ചെയ്യുകയും ആ ഷുഗർ ലെവലിനെ കൺട്രോൾ ചെയ്ത് ബോഡി നോർമൽ ആവുകയും ചെയ്യും. അങ്ങനെ ഓരോ കാര്യങ്ങളും എന്താണ് അതായത് ഫീഡ്ബാക്ക് മെക്കാനിസം കൊണ്ടാണ് എന്ത് ചെയ്യുന്നത് നോർമൽ സ്റ്റേറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ്. അതായത് അങ്ങനെ നോർമൽ സ്റ്റേറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിലാണ് നമുക്ക് അതിന്റെ കൂടുതൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അതിന്റെ ഒരു വേരിയേഷൻ വരുമ്പോഴാണ് നമുക്ക് പല പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഓക്കെ, പിന്നെ വേറൊരു പ്രശ്നമുണ്ട്. കൂടുതലായിട്ട് ഓരോ ഹോർമോൺസ് സെക്രീറ്റ് ചെയ്താലും എന്താ, ഇപ്പം ഇൻസുലിൻ ഒത്തിരി സെക്രീറ്റ് ചെയ്യുക, അപ്പൊ ഷുഗർ ഒത്തിരി ഡൗൺ ആയി പോകും, അതും പ്രശ്നം. ഒപ്റ്റിമൽ ആക്കുക എന്നുള്ളതാണ് ശരിക്കും ബോഡിയുടെ ഒരു നാച്ചുറൽ മെക്കാനിസം എന്ന് പറയുന്നത്. കുറയ്ക്കത്തുമില്ല കൂട്ടത്തില്ല, അത് ഒപ്റ്റിമൽ ആക്കുക, ബോഡിക്ക് ആവശ്യമായിട്ടുള്ള രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുക. അതാണ് ശരിക്കും ഫീഡ്ബാക്ക് മെക്കാനിസം എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് നോട്ട്സ് ഞാനൊരു കാര്യം ചെയ്യാം, ഗ്രൂപ്പിലോട്ട് ഇടാം. എന്നിട്ട് അടുത്ത ബയോളജിയുടെ ക്ലാസ്സിൽ ഇതിനകത്തെ ക്വസ്റ്റ്യൻസ് ഫുള്ള് ചെയ്യിപ്പിക്കുന്നുണ്ടായിരിക്കും. അപ്പൊ അതും അറ്റൻഡ് ചെയ്യാം. ആ ക്വസ്റ്റ്യൻ ചെയ്യിപ്പിക്കുന്ന സമയത്ത് വേണമെങ്കിൽ ഇതിന്റെ നോട്ടോടെ തരാം. ഞാൻ തൽക്കാലം ഇങ്ങനെ നിർത്തുകയാണ് ഇന്നത്തെ ക്ലാസ്.